Hallelujah. May the name of the Lord be glorified. കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക് നൽകിയ സാവകാശത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. I thank the Lord for giving us this wonderful opportunity to be together in God's house. ഡാലസ് മെട്രോ ചർച്ച് ഓഫ് ഗോഡിന്റെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ സതീഷ് കുമാർ, അദ്ദേഹത്തിന്റെ കുടുംബം, ശുശ്രൂഷയിൽ സഹകരിക്കുന്ന ഇതര ദൈവഭൃത്യന്മാർ, ചർച്ച് ബോർഡ്, ആരാധനയ്ക്ക് വന്നിരിക്കുന്ന ദൈവമക്കൾ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹാവന്ദനം അറിയിക്കുന്നു. I want to bring greetings to everyone who is present here or part of this church. We bring my greetings. ദൈവത്തെ ആരാധിക്കുവാനാണ് പകൽ നാം വന്നിരിക്കുന്നത്. This morning we are here to worship our Lord and Savior. അല്പനേരത്തെ വചനാവിചാരമായി യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 17-18 വാക്യങ്ങൾ For വായിക്കാം. our meditation this morning, let us turn to Gospel of John, chapter 10, verses 17 and 18. Gospel of John, chapter 10, verse 17 and 18. For this reason, the Father loves me, because I lay down my life that I may take it up again. No one takes it from me, but I lay it down of my own accord. I have authority to lay it down, and I have authority to take it up again. This charge I have received from my Father. എന്റെ പ്രാണനെ ജീവനെ ആരും എന്നിൽ നിന്ന് എടുക്കുന്നില്ല. No one takes my life from me. അതിനെ കൊടുക്കുവാനും പിന്നെ തിരികെ പ്രാപിക്കുവാനും എനിക്ക് അധികാരമുണ്ട്. I have the authority to give my life and take my life. ഇടയ്ക്ക് എന്റെ ചെറുപ്രായം മുതൽ എനിക്ക് അറിയാവുന്ന എന്റെ മാതൃസഭയിൽ ഒരുമിച്ച് ഞങ്ങൾ ആരാധിച്ചിട്ടുള്ള പ്രിയ കുര്യച്ചനെ ഓർക്കുന്നു. വർഷങ്ങളായിട്ട് അദ്ദേഹം ഈ സഭയിൽ ആരാധിക്കുന്നല്ലോ. തന്നിൽ നിന്ന് കുറച്ച് പ്രായ വ്യത്യാസം കൂടുതലുള്ള ആളാണ് ഞാൻ. അപ്പോൾ തന്റെ ചെറുപ്രായം മുതൽ എനിക്ക് അറിയാമായിരുന്നു. കുടുംബത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. Thank God for Brother Kuriyachan and family whom I have known from their childhood. I've been their local pastor for many years. അതുപോലെ ഞാൻ ബൈബിൾ കോളേജിൽ ദൈവവചനം പഠിപ്പിച്ച അനുഗ്രഹീത ദൈവപ്രവൃത്തി പാസ്റ്റർ PJ തോമസ്, അദ്ദേഹം നാട്ടിലാണ്. അദ്ദേഹത്തിന്റെ മക്കൾ ജോഷുവ ആൻഡ് സൂസൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, അവരെ ഓർക്കുന്നു. P.T. Joseph, Pastor P.T. Joseph, I have taught him in Bible college in Kumunad, and his children are also part of this church. Pastor PJ Thomas. P.T. Joseph. Okay. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാനാണല്ലോ വന്നിച്ചേർന്നത്. We all are here in the presence of the Lord. We are serving a God who is pleased to dwell in the praises of his people. ആമേൻ. ഹല്ലേലൂയ. സ്വർഗ്ഗമഹിമകളെ വെടിഞ്ഞാൽ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവജനത്തിന്റെ സ്തുതി സ്തോത്രങ്ങളിലാണ്. If the Lord leaves his heavenly abode filled with glory, if he comes down, he wants to take residence among his people. ദൈവത്തിന്റെ സ്തുതി ദൈവം മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന് വചനം പറയുന്നു. The Bible teaches that God will not share his glory with anyone else. അത് ദൈവത്തിന്റെ ഒരു ഏകാധിപത്യ പ്രവണതയാണോ? We may tend to think that is there a monopoly of God? ദൈവം ഏകാധിപത്യം തന്നെയാണ്. God is indeed, when it comes to his glory, he has a monopoly over that. പക്ഷെ വചനം പറയുന്നു അവൻ ധന്യനായ ഏകാധിപതിയാണ്. But the Bible says that he is a sovereign God indeed. He's not a dictator. He's not a tyrant. നമ്മുടെ ദൈവം ഡിക്റ്റേറ്റർ അല്ല, ടിറന്റ് അല്ല. Instead he is a blessed autocrat. ആമേൻ. താൻ ധന്യമായ ഏകാധിപതിയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സൂര്യൻ പറയുകയാണ് ഞാൻ ഉദിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇരുട്ടിലാകും എന്ന് പറഞ്ഞാൽ അത് സത്യമല്ലേ? If the sun says tomorrow, if I don't rise up, you will be in darkness. നമ്മുടെ കഴുത്തിനു മീതെ ഒരു തലയേ ഉള്ളൂ. We have only one head over our neck. തലയ്ക്ക് മീതെ ഒരു സൂര്യനേ ഉള്ളൂ. We have only one sun over the head. അതാണ് സത്യം. That is the truth. നിങ്ങൾ എന്നെ കർത്താവെന്നും ഗുരുവെന്നും വിളിക്കുന്നു. You call me Lord and Master. ഞാൻ അങ്ങനെ ആകെ കൊണ്ട് ശരി. And that is the truth of the matter, that I am Lord and Master. ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല. There is no other God apart from me. അവനാണ് ഇല്ലായ്മയിൽ സകലത്തെയും വിളിച്ച് വേർതിരിച്ചത്. He brings everything out of nothingness. He makes everything. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, My dear brothers and sisters, നാം സേവിക്കുന്ന ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. The God whom you and I serve is worthy of our worship.
നാം എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്? Why do we worship him? We are not the fans association of Jesus Christ. യേശു ക്രിസ്തുവിന്റെ ഫാൻസ് അസോസിയേഷന്റെ ഭാഗങ്ങളല്ല നമ്മൾ. നമ്മൾ പാഷൻ കൊണ്ടല്ല ദൈവത്തെ ആരാധിക്കുന്നത്. We neither worship God because of our own passion. അതിന് പകരം ഇൻസ്പിറേഷൻ കൊണ്ട് ആരാധിക്കുന്നത്. We worship because of inspiration. മനുഷ്യാത്മാവിന്റെ ആവേശം കൊണ്ടല്ല നാം ദൈവത്തെ. We don't worship God because our spirit wants to be passionately worshiping God. പരിശുദ്ധാത്മാവിന്റെ നിവേശത്താലാണ് നാം ദൈവത്തെ സ്തുതിക്കുന്നത്. We worship because of the coming of the Holy Spirit and touching us. പ്രത്യേക സിദ്ധികളുള്ള മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഗുണഗണങ്ങളുള്ള ആളുകളെ, സെലിബ്രിറ്റികളെ ആളുകൾ വളരെ പാഷനോടെ കാണും. People see other people who has more talents and gifts, and people see them as celebrities, and they honor them, and they maybe worship them. ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇല്ലാത്തതായ പ്രത്യേക ടാലന്റുകൾ അവർക്കുള്ളത് കൊണ്ടാണ് ഇവർ അവരെ ഇഷ്ടപ്പെടുന്നത്. And many times people like them, they become their idol because they have qualities, they have talents that others don't have. അങ്ങനെ സെലിബ്രിറ്റീസിനെ പ്രൈസ് ചെയ്യുന്നവരെയാണ് ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത്. For people who continue to praise the people who become their fans, for them we call them fans association. നാം ദൈവത്തെ ആരാധിക്കുന്നത്, we worship God. ദൈവം വലിയ ശക്തനാണല്ലോ എന്ന് ചിന്തിച്ചിട്ടല്ല. It is not because God is almighty. ദൈവം ശക്തൻ തന്നെയാണ്. God is almighty. ദൈവമാണല്ലോ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്ന് മാത്രം ഓർത്തിട്ടല്ല. He is the one who created this entire universe. That is not the reason why we worship him. എനിക്കില്ലാത്ത ചില കഴിവുകളും ഗുണങ്ങളും ഒക്കെ ദൈവത്തിനുണ്ടല്ലോ എന്ന് ഓർത്തിട്ടല്ല. We don't worship him because we tend to think that he has qualities, he has characters that we don't have. ദൈവത്തിന്റെ വലിപ്പം കണ്ടിട്ട് ഞെട്ടി അങ്ങ് സ്തുതിക്കുകയല്ല നാം ചെയ്യുന്നത്. We don't see the bigness of God and we are scared, therefore we worship him. നാം ദൈവത്തെ ആരാധിക്കുന്നത്, when we worship him, അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവന്റെ മക്കളാണ് നാം എന്നതിനാലാണ്. Because we realize that we have been redeemed by the blood of his lamb, his son, therefore we worship him. ദൈവം സർവശക്തൻ തന്നെയാണ്. God is almighty. സർവ്വവ്യാപി തന്നെയാണ്. He is all omniscient. സർവജ്ഞാനി And തന്നെയാണ്. he is all wise. എന്നാൽ അവന്റെ സ്നേഹം നമ്മിലേക്ക് പകർന്ന് നമ്മെ രക്ഷിച്ചത് കൊണ്ടാണ് നാം ദൈവത്തെ സ്തുതിക്കുന്നത്. But he has loved us with an eternal love, therefore we worship him. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നിവേശത്തിലാണ്. Therefore we worship the Lord because of the Holy Spirit's inspiration into our spirit. നാം സ്തുതിക്കുമ്പോൾ ദൈവം ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുകയാണ്. When we praise God, he is pleased to dwell in the praises of his people. ഇവിടെ കർത്താവ് പറയുന്നു, Here Jesus said, എന്റെ ജീവൻ പ്രാണൻ ആരും എന്നിൽ നിന്ന് എടുത്തു കളയുന്നില്ല. no one takes my life from me. ഞാൻ എനിക്കവയെ അതിനെ കൊടുക്കാനും തിരികെ പ്രാപിക്കാനും അധികാരമുണ്ട്. Jesus says, I have the authority to lay down my life. I have the authority to receive it back. യേശുവിന്റെ മരണം സന്ദർഭവശാൽ സംഭവിച്ചതല്ല. The death of Jesus didn't happen just by chance. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടാണ് കർത്താവ്. Bible says that he has been the lamb who has been set aside as a lamb slain from the foundations of the earth. ബൈബിൾ തുടങ്ങുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. Bible begins like this: in the beginning God created heaven and earth. ചിലർ ചോദിക്കും, ഇതൊരു മണ്ടൻ പുസ്തകമാണ്, ഇതെന്താ ഡേറ്റ് ഇല്ലാതെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? Some people may ask, why does Bible doesn't give you clear dates? മനുഷ്യനില്ലാത്ത കാലഘട്ടത്തിൽ, ചരിത്രം തുടങ്ങിയിട്ടില്ലാത്ത കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു സംഭവത്തെ കലണ്ടറിൽ രൂപപ്പെടുത്തുന്നത്? When human beings were not there, when calendars were not established, how can someone write a date for the things that happened before? ഈജിപ്ഷ്യൻസ് ആണ് ലോകത്തിൽ ആദ്യമായി കലണ്ടർ രൂപപ്പെടുത്തിയത്. Egyptians are the people who first brought calendar to the world. അവർ നോക്കിയപ്പോൾ പ്രത്യേക ഇടവേളക്കകത്ത് 2 പ്രാവശ്യം നൈൽ നദി കവിഞ്ഞൊഴുകുന്നത് കണ്ടു. They saw that twice the Nile river it went over its banks. ഇതിനിടയിൽ
12 പൂർണ്ണ ചന്ദ്രന്മാരുണ്ടെന്ന് മനസ്സിലാക്കി. They also realized that there were 12 times when there was the moon came into its fullness. അങ്ങനെ ഒരു വർഷത്തെ 12 മാസങ്ങളായി ഡിവൈഡ് ചെയ്തു. That's how they divided the year into 12 months. അതൊക്കെ മനുഷ്യനെ സൃഷ്ടിച്ച് എത്ര കാലം കഴിഞ്ഞിട്ടാ? That's all happened after the creation of humanity. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപേ, Before God created man, ചരിത്രം തുടങ്ങുന്നതിന് before മുൻപേ, history began, നിത്യതയ്ക്ക് ഒരു ഇടവേള ഇട്ട ദൈവം, God who put a period in between eternity, ഒരു പ്രവൃത്തി ആരംഭിക്കുമ്പോൾ when he started a work, അതെങ്ങനെ ഡേറ്റ് കൊണ്ട് കുറിക്കും? how can we establish a date for that? ഒരാളോട് നിങ്ങളുടെ എത്രാം വയസ്സിലാ നിങ്ങൾ ജനിച്ചതെന്ന് ചോദിച്ചാൽ അതെന്തൊരു മണ്ടൻ ചോദ്യമാ. If you ask someone, how old were you when you were born, that is a foolish question, isn't it? ഒരാൾ ജനിച്ച് 365 വർഷം ദിവസം കഴിയുമ്പോഴേ ഒരു വയസ്സാകത്തുള്ളൂ. Only when you complete 365 days, you can say, I am 1 year old. നിത്യതയ്ക്ക് ഇടവേള ഇട്ടപ്പോൾ കാലം ആരംഭിച്ചു. When God put a full stop for eternity, that's the time when time began. ദൈവം undivided eternityയിൽ വസിക്കുന്നവനാണ്. God is the one who lives or who exists in undivided eternity. ബൈബിളിൽ 3 പ്രത്യേക വാക്യങ്ങളുണ്ട്. There are 3 verses in the Bible. ആദിയിൽ ദൈവം ആകാശഭൂമി In സൃഷ്ടിച്ചു. the beginning, God created the heavens. കാലസമ്പൂർണ്ണതയിൽ കർത്താവ് കന്യകയിലൂടെ In ഭൂമിയിലേക്ക് the വന്നു. fullness of time, Jesus was born of the Virgin Mary. ഇനി കാലം ഉണ്ടാകയില്ല. Hereafter, time will be no more. ഉൽപ്പത്തി 1:1 കാലം ആരംഭിച്ചു. Genesis 1:1, time began. ഗലാത്യർ 4:4 കാലസമ്പൂർണ്ണതയിൽ കർത്താവ് ഭൂമിയിൽ വന്നു. In Galatians 4:4, during the fullness of time, Jesus was born. വെളിപ്പാട് 10:6 ദൂതൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, ഇനി കാലം ഉണ്ടാവുകയില്ല. In Revelation 10:6, the angel declares that time will no more be there. നിത്യനായ ദൈവം The eternal God, ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് once he started something in his heart, നിത്യതയ്ക്ക് ഇടവേള ഇട്ടപ്പോൾ, when he put a full stop or he put a period to eternity, കാലം ആരംഭിച്ചു. time began, കാലസമ്പൂർണ്ണതയിൽ and in the fullness of time, പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. he sent his only son Jesus, ഇനി കാല അവസാനത്തിങ്കൽ and at the end of the time, അവൻ വിശുദ്ധന്മാരെ ചേർക്കുവാൻ ഭൂമിയിലേക്ക് ആകാശത്ത് മധ്യാകാശത്തിൽ മടങ്ങി he വരും. will come again to receive his saints in the mid heavens. അപ്പം ലോകസ്ഥാപനം മുതൽ നിത്യതയ്ക്കിടവേള ഇടുന്നതിന് മുൻപേ പുത്രനെ അറുക്കപ്പെട്ട കുഞ്ഞാടായി സ്വർഗത്തിലെ ദൈവം മാറ്റിവെച്ചിരുന്നു. Bible declares that Jesus is the slain Lamb of God from before the foundations of the world. ദൈവത്തിന്റെ പദ്ധതിയിൽ യാതൊന്നും എതിർച്ചയാ സംഭവിക്കുന്നില്ല. Nothing happens in the plan of God as chance. ദൈവം സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു. God does everything in its time, in its order. ഞാൻ ഇങ്ങനെ വായിച്ചൊരു വാചകന്റെ ഓർമ്മയിലുണ്ട്. God may not be early, but he's never too late. He's right on time. ദൈവം, നമ്മുടെ ദൈവം, നാം സേവിക്കുന്ന ദൈവം എപ്പോഴും തക്ക സമയത്ത് വരുന്ന ദൈവം തന്നെ. He won't be right in time, but he's right on time. നമ്മുടെ ദൈവം സമയത്ത് തന്നെ വരുന്ന ദൈവമാകുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് When we pray for some matters, വരുന്ന ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് പ്രവർത്തിക്കാൻ ദൈവം ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, if God has already set the time that coming Thursday he will work for you at 8 o'clock, മോർണിംഗ് 7:59 ആയാലും സ്വർഗത്തിൽ ഒരു ചലനവും കണ്ടില്ലെന്ന് വന്നേക്കാം. it may happen that by 7:59 a.m. heaven is not moving at all. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി 8:1 വൈകുകയില്ല. God's timing, God's work will not go to 8 o'clock, 8:1 a.m. ആ 8 കൃത്യ സമയത്ത് തന്നെ ദൈവം പ്രവർത്തിച്ചു. God will indeed be on time. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥനയ്ക്ക് തക്ക സമയത്ത് അവൻ മറുപടി നൽകിയെങ്കിൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ If God has answered your prayers in its due season and time, would you lift up your hands and worship and magnify the അവൻ Lord? ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. He's the same God, no change in him, same yesterday, today and forever. നിത്യനായ ദൈവത്തിന് മാത്രമേ സമയെ കൃത്യതയോടെ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. Only an eternal God can utilize time in its most wisest manner. അവൻ
അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു. The Bible says he does everything in its time, in its order. നമ്മളൊക്കെ അത് ചെയ്യേണ്ടപ്പോൾ ഇത് ചെയ്യും, ഇത് ചെയ്യേണ്ടപ്പോൾ അത് ചെയ്യും. We do whatever we do is we want to do something today, we don't do that, we do something else. That is not how God does. ദൈവം എന്താണോ ചെയ്യേണ്ടത് അത് തന്നെ ചെയ്തിരിക്കും. Whatever God wants to do, he does that in its time. ദൈവം ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ അത് നടപ്പിലാകുന്നത് വരെ ദൈവം ബിസിയായി പ്രവർത്തിക്കുകയാണ്. When God declares something and until that thing happens, our God is already working on it. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. The vision is set for an appointed time. It is moving towards its completion and the Lord is carrying it on it. അവൻ വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. He is not a God who says something and will not do it. നമ്മുടെ വാച്ചിൽ ഒരു സെക്കൻഡ് അടിക്കുന്നുണ്ടെങ്കിൽ, If in our watches there is 1 second that is going, അതിന്റെ അർത്ഥം നിത്യതയുണ്ടെന്ന്, ഇറ്റേണിറ്റി ഉണ്ടെന്ന. it shows and it tells you and me that there is an eternity. താഴ്വരയുണ്ടെങ്കിൽ കുന്നുണ്ട്. If you have a valley, that means there is a high mountain. ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചമുണ്ട്. If there is darkness, you know there is light as well. തിന്മയുണ്ടെങ്കിൽ നന്മയുണ്ട്. If there is goodness, you also know there is also evil. തെറ്റുണ്ടെങ്കിൽ ശരിയുണ്ട്. If there be a wrong thing, we also know there is a right thing. ബലഹീനതയുണ്ടെങ്കിൽ ശക്തിയുണ്ട്. If we have weakness, we also know there are strength ascribed. ശാപമുണ്ടെങ്കിൽ അനുഗ്രഹമുണ്ട്. If there be famine, we also know there is plentiful. മരണമുണ്ടെങ്കിൽ നിത്യജീവനുണ്ട്. If there be death, we also know there is eternal life. ഇവിടെ സെക്കൻഡ് എന്നൊരു സമയമുണ്ടെങ്കിൽ അപ്പുറത്ത് നിത്യത ഉണ്ട്, 100% ഉറപ്പ്. If there be a second here in our watches, in our clocks, it means there is an eternity on the other side. ആ നിത്യതയിൽ നിന്ന് കർത്താവ് ഇങ്ങോട്ട് വന്നത്. From that eternity, Jesus came into this world. എന്നിട്ട് യാക്കോബ് മക്കളെ അനുഗ്രഹിക്കുമ്പോൾ പറഞ്ഞു, അവകാശമുള്ളവൻ വരുവോളം യഹൂദയിൽ നിന്ന് ചെങ്കോൽ നീങ്ങിപ്പോവുകയില്ല. When Jacob was blessing his children, he said something like this: until the one who is appointed comes, the scepter will not, be moved from the tribe of Judah. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് ഏദൻ തോട്ടത്തിൽ വെച്ച് പറഞ്ഞിരുന്നു. In the Garden of Eden, it was given a promise that the seed of the woman would crush the seed of the serpent. അത് കഴിഞ്ഞ് 40-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. In Psalm 40 we read, it says, behold, I come, whatever is written concerning me in his book is been fulfilled. 118-ാം സങ്കീർത്തനം 26-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. In Psalm 118 verse 26 we read, he who comes in the name of the Lord, he is blessed. യെശയ്യാ പ്രവചനം 59:20 എഴുതിയിരിക്കുന്നു, ഈ യാക്കോബിൽ നിന്ന് അതിക്രമം വിട്ടു തിരിയുന്നവർക്ക് അവൻ വീണ്ടെടുപ്പുകാരനായി. In Isaiah 59 you read that they who set themselves apart from the wickedness of Jacob, he is going to behold come. ഹഗ്ഗായി 2:7 പറഞ്ഞു, സകല ജനതകളുടെയും മനോഹര വസ്തു വരും. In the book of Haggai chapter 2 verse 7 we read, he who is pleasant to everyone, he will surely come. സക്കറിയ പ്രവാചകൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, ഞാൻ നിങ്ങളുടെ മധ്യേ വസിക്കും. In the book of Zechariah we read, behold, I am coming and I will be living in your midst. അവസാനം മലാക്കി പറഞ്ഞു, നിയമദൂതനായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും, ഇതാ അവൻ വരുന്നു. In the book of Malachi we read, in Malachi chapter 3 verse 2 we read that behold, I am about to come and enter the temple. അപ്പോൾ വരുന്നു 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 എന്ന പ്രഖ്യാപനം ഉണ്ടായത് കൊണ്ടാണ് പുതിയ നിയമത്തിൽ യേശുവിനെ വരുവാനുള്ളവൻ എന്ന് വിളിക്കുന്നത്. Because the Old Testament already testified to the one who is coming, who is coming, who is coming. We read in the New Testament, behold, the Lamb of God who has been coming into this world. അതുകൊണ്ടാണ് യോഹന്നാൻ 1:9 പറഞ്ഞത്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. Therefore in Gospel of John chapter 1 verse 9 we read, the light that gives light to everyone, behold, that light is coming to the world. ഏദൻ തോട്ടത്തിലെ പ്രഖ്യാപനത്തിൽ വരാൻ തുടങ്ങിയിട്ട് വചനം ജഡം ധരിച്ചു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് എഴുതിയപ്പോൾ അവന്റെ ഒന്നാമത്തെ വരവ് പൂർണ്ണമായി. What was promised in the Garden of Eden in Genesis 3:15 came to its fulfillment in John chapter 1 verse 12 and 14.
the word became flesh and dwelt among us, and we have seen his glory and his power. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പുത്രനെ യാഗമാക്കുക എന്നത് ദൈവത്തിന്റെ നിത്യതയിലെ പദ്ധതിയായിരുന്നു. It was God's divine plan from all of eternity that they who believe in Jesus must become his children. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, എന്റെ പ്രാണനെ ആരും എന്നിൽ നിന്ന് എടുക്കുകയല്ല, ഞാൻ അതിനെ കൊടുക്കുകയാണ്. Therefore Jesus said, no one can take my life from me. I lay down my life. എനിക്ക് കൊടുക്കാനും തിരികെ പ്രാപിക്കാനും അധികാരമുണ്ട്. I have the authority to lay down my life and take it back as well. പീലാത്തോസിന് മുൻപിൽ നിൽക്കുമ്പോൾ പീലാത്തോസ് യേശുവിനോട് പറഞ്ഞു, When Jesus was standing before Pilate, എനിക്ക് നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ട് എന്ന് നീ അറിയുന്നില്ലയോ? Pilate asked Jesus, told him, do you know that I have the authority to set you go? അപ്പൊ കർത്താവ് പറഞ്ഞു, മേലിൽ നിന്ന് അധികാരം ലഭിച്ചില്ല എങ്കിൽ നിനക്കതിന് സാധിക്കുമായിരുന്നില്ല. Jesus told Pilate, until you have received authority from above, you have no authority over me. പ്രാണനെ കൊടുക്കാനും പ്രാണനെ തിരികെ പ്രാപിക്കാനും അധികാരമുള്ളവനാ മുൻപിൽ നിൽക്കുന്നത്. Jesus is the one who stands with authority to lay down his life and to take it back. അവനാണ് ഈ അധികാരം പീലാത്തോസിന് കൊടുത്തത്. He is the one who gave the authority to Pilate. പീലാത്തോസിന് അറിയത്തില്ല. Pilate doesn't know that. പീലാത്തോസ് പറഞ്ഞു, എനിക്ക് അധികാരമുണ്ട്, പവറുണ്ട്, എനിക്ക് വേണമെങ്കിൽ നിന്നെ വിട്ടയക്കാം. Pilate says, I have authority, I have power to set you free. വിട്ടയക്കപ്പെടുവാനല്ല കർത്താവ് വന്നത്. Jesus didn't come so that he may be set free. അവന്റെ പ്രാണനെ അകൃത്യയാഗമാക്കി തീർക്കേണ്ടതിനാണ് വന്നത്. He came so that his life would be given as a sacrifice for his people. അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ്സ് പ്രാപിക്കുകയും ചെയ്യുമെന്ന് വചനം പറയുന്നു. The book of Isaiah 53 we read, he will establish his life and he will see many descendants. മരണം അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു എന്നാണ് പത്രോസ് പ്രസംഗിക്കുന്നത്. When Peter was preaching, he said, death could not hold him down. രോഗത്തിന് കർത്താവിനെ പിടിച്ചു വെക്കാൻ കഴിയാത്തതുപോലെ, Sickness could not hold my Jesus down. ഭൂതത്തിന് കർത്താവിനെ പിടിച്ചു വെക്കാൻ കഴിയാത്തതുപോലെ, Demons could not hold my Jesus down. ആ ഇരമ്പി ഉയരുന്ന തിരമാലയ്ക്കോ കാറ്റിനോ കർത്താവിനെ കീഴ്പ്പെടുത്താൻ കഴിയാത്തതുപോലെ, The rising wind or the waves could not hold my Jesus down. പട്ടിണി മുതലായി ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങൾക്കും കർത്താവിനെ കീഴ്പ്പെടുത്താൻ കഴിയാത്തതുപോലെ, Nothing in this face of this earth could keep my Jesus down. മരണത്തിനും കർത്താവിനെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ലായിരുന്നു. Even death could not hold him down. മരണത്തിന്മേൽ അധികാരമുള്ളവനായി മരിച്ചത് ഒരേ ഒരുവൻ മാത്രം. Jesus is the only one who had authority over death even when he died. ഈ ലോകത്തിലെല്ലാവരും ബലഹീനരായി മരണത്തിന് കീഴ്പ്പെടുകയാ We ചെയ്യുന്നത്. all are weak and we succumb to death. വചനം പറയുന്നു, പിതാക്കന്മാരെല്ലാം പ്രാണനെ വിട്ടുമരിച്ചു. We read about in the scriptures that all the patriarchs, they gave up their life and they died. യേശു ഒരുവൻ മാത്രം പ്രാണനെ കൊടുത്തു മരിച്ചു. But Jesus is the only one who surrendered his spirit in the hands of his Father. പ്രാണനെ കൊടുത്തവന് അത് തിരികെ പ്രാപിക്കാൻ അധികാരമുണ്ട്. He who has the authority to give his life unto the Father can receive it back. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നെന്ന് കർത്താവ് പറഞ്ഞു. Jesus said, all authority in heaven and on earth has been given to me. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രാണനെ തിരികെ പ്രാപിക്കാൻ കർത്താവിന് അധികാരമുണ്ട്. Jesus has the authority to take it back as well. യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ, When Jesus was being arrested, പത്രോസ് വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി. Peter took out his sword and he cut the ear of a servant. കർത്താവ് പറഞ്ഞു, വാൾ ഉറയിലിടുക. Jesus said to him, put the sword back into his sheath. ഇപ്പോൾ 12 ലഗിയോനിലധികം ദൂതന്മാരെ എനിക്ക് ആവശ്യപ്പെട്ടാൽ എന്റെ അരികിൽ നിർത്താൻ കഴിയും. എനിക്ക് അങ്ങനെ അപേക്ഷിക്കാൻ കഴിയുമല്ലോ. Jesus said, if I would ask, my Father would send 12 legions of angels to protect me. പക്ഷെ ഞാൻ അത് ചെയ്താൽ, But if I do that, തിരുവഴുത്തിൽ സംഭവിക്കണമെന്ന് എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെ സംഭവിക്കും? how will what is written in the scripture be fulfilled? കർത്താവ് പലയിടത്തും ഒഴിഞ്ഞുപോയി, വാങ്ങിപ്പോയി,
അവനെ പിടിപ്പാൻ കഴിഞ്ഞില്ല എന്നൊക്കെ വചനത്തിലുണ്ട്. Many a times we read in the New Testament that they could not lay hand on him. They could not put their hands on him. He just withdrew from them. എന്താ ഇതിന്റെ അർത്ഥം? What does it mean? കർത്താവ് എന്താ മാജിക് കാണിക്കുകയാണോ? Was Jesus doing some magic show? 3.5 വർഷത്തെ പരസ്യ പ്രവർത്തനത്തിനുള്ളിൽ മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്തതല്ലാതെ തനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. In the 3.5 years of his ministry, he did many signs and wonders for others, but for himself, he didn't do anything. പെട്ടെന്ന് പറയാം, ഇതുപോലെയുള്ള കെട്ടിടങ്ങൾ അന്നില്ല. Like these buildings were not there. പക്ഷെ കർത്താവ് ഇവിടെ പ്രസംഗിക്കുകയെന്ന് വിചാരിച്ചോ? Think about it, that Jesus preaching here. 3, 4, 7 ഡോർ ഉണ്ടെന്ന് വിചാരിക്കുക. Think about it, 7 doors are here. കർത്താവിന് ശുശ്രൂഷ അനുഭവിക്കാൻ വരുന്ന ആളുകൾ ബഹുഭൂരിപക്ഷവും സന്തോഷത്തോടെ ഭയത്തോടെ വചനം കേൾക്കുന്നവരാ. Many of them who came to receive the ministry of Jesus, they came with fear and trembling, and they were standing in awe of Jesus. ചുരുക്കം പേരാണ് പരീശന്മാരാൽ സ്വാധീനിക്കപ്പെട്ട് കർത്താവിനെ പിടിക്കാനും കല്ലെറിയാനും ശ്രമിക്കുന്നത്. Only a few people who were controlled by the Pharisees, they came to drag Jesus. അവിടെ നിൽക്കുന്ന കുറച്ച് ആളുകൾ ആ കല്ലെറിയാൻ ഹൃദയത്തിൽ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ സർവജ്ഞാനിയായ ദൈവത്തിന് അത് മുമ്പേ അറിയാം. If there are some people who are sitting there, standing there, who want to stone him, by his divine wisdom, he can see that. ജനക്കൂട്ടം നിൽക്കുമ്പോൾ അവരുടെ കയ്യിൽ പാകത്തിന് കിട്ടിയാലേ കർത്താവിനെ ഉപദ്രവിക്കാൻ കഴിയത്തുള്ളൂ. Only if they can find Jesus in a right spot, when they can harm Jesus. ഇതറിയുന്ന കർത്താവ് ശുശ്രൂഷ കഴിഞ്ഞ് പ്രൈസ് ലോർഡ് പറഞ്ഞ് ആമേൻ പറഞ്ഞ് നമ്മുടെ രീതിയിൽ പറയുക, ഈ ഡോർ വഴി ഇറങ്ങിപ്പോകും. Just think about it. Jesus ministered, and after having finished his preaching, he went through this door. അതാണ് അവൻ അവർക്കിടയിലൂടെ നടന്നുപോയി. Therefore we read that he went right through in their midst. അവന്റെ മേൽ കൈ വെപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. No one could lay their hands on Jesus. അവന്റെ നാഴിക വന്നിട്ടില്ലാത്തത് കൊണ്ട് അവൻ ഒഴിഞ്ഞു പോയി. Because his time had not come, he just walked away. കാരണം അവൻ സർവജ്ഞാനിയായ Because ദൈവമാണ്. he is all wise, he knows everything. ഈ വിധത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന് വിശ്വസിക്കുന്ന ദൈവ പൈതലെ നമുക്ക് വേണ്ടി വലിയവ ചെയ്യാൻ കഴിയും. My dear brothers and sisters, my God, who is all wise, who knows everything, he can work even greater things for us. ഞാൻ അവസാനിപ്പിക്കട്ടെ. Let me come to a conclusion. കർത്താവ് തീരുമാനിച്ച സമയത്ത്, at the time that Jesus, കർത്താവ് തീരുമാനിച്ച വിധത്തിൽ, at the time and the way he decided, കർത്താവ് തീരുമാനിച്ച സ്ഥലത്ത് വെച്ച്, and the place where he decided, ക്രൂശീകരണം നടക്കേണ്ടതിനാണ് so that he may be crucified, കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചത്. he raised up Lazarus. ഒറ്റൊരാളെ മാത്രമേ യേശു കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചുള്ളൂ. Only one man, Jesus, raised him up from the sepulchre. മറ്റനേകം അടയാളങ്ങൾ കർത്താവ് ചെയ്തു. Jesus did many signs and wonders. മറ്റനേകം പേർക്ക് കർത്താവ് പ്രത്യക്ഷനായി. Jesus appeared to many people. ഇങ്ങനെയൊക്കെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. We read in the scripture. എന്നാൽ മറ്റനേകം പേരെ ഉയർപ്പിച്ചത് എഴുതിയിട്ടില്ല. But Jesus never raised many people. ആകെ 3 പേരെ ഉയർപ്പിച്ചു. He only raised 3 people. പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ, In the beginning of his ministry, കർത്താവ് കല്ലറയിൽ നിന്ന് ഉയർപ്പിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ, if Jesus would have started raising people from the sepulchre, കർത്താവിന് ശവക്കോട്ടയിൽ ഇറങ്ങാൻ സമയം കിട്ടത്തില്ല. Jesus would be only ministering in the tombstone. എന്ത് ദൗത്യത്തിന് വന്നോ ആ ദൗത്യം ചെയ്തെടുക്കാൻ കഴിയാതെ പോകും. Jesus would only be ministering at the cemetery. He would never be able to do what he came to do. ഒറ്റയൊരാളെ മാത്രം കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചു. Only one man he raised from the sepulchre. ലാസറിനെ. ആ Lazarus. കാര്യം പറഞ്ഞ് ഇപ്പൊ അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്റെ നാഴിക വന്നിട്ടില്ല എന്ന് യേശു 4 പ്രാവശ്യം പറയുന്നുണ്ട്. 4 times in the Gospel of John, Jesus said, my hour hasn't come, my time hasn't come. 2-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും. In chapter 2, chapter 7, and chapter 8, you see 4 times Jesus said, my time hasn't come. എന്നാൽ 12-ാം അധ്യായത്തിൽ വരുമ്പോൾ കർത്താവ് തിരിച്ചു പറയാൻ തുടങ്ങി, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. But in chapter 12, you read that Jesus said, the hour has come for the Son of Man to be glorified. 13-ലും അത് ആവർത്തിച്ചു. In chapter 13, we read the same thing. 17-ൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ പറഞ്ഞു, പിതാവേ നാഴിക വന്നിരിക്കുന്നു. In chapter 17, again he says, Father, the time has come for me to be glorified. 12-ാം അധ്യായത്തിൽ നാഴിക വന്നിരിക്കുന്നു പറയാൻ കാരണം എന്താണ്? Why would Jesus say in chapter 12 that my time has come? മുൻപ് 4 പ്രാവശ്യം നാഴിക വന്നില്ലെന്നല്ലേ പറഞ്ഞേ? 4 times he said, my time hasn't come. ഇതിനിടയിൽ ഒരു കാര്യം സംഭവിച്ചു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു ലാസറിനെ ഉയർപ്പിച്ചു. In Gospel of John chapter 11 we read that Jesus raised Lazarus from the dead.
കല്ലറയിൽ നിന്ന് ലാസറിനെ ഉയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ when he raised him from the dead, അനേക യഹൂദന്മാർ യേശുവിൽ വിശ്വസിച്ചു. many Jews believed in Jesus. അപ്പൊ സന്നിധി സംഘം തീരുമാനിച്ചു, The Sanhedrin thought, ഇനി യേശുവിനെ വെച്ചുകൊണ്ടിരിക്കരുത്, we cannot let Jesus continue. യേശുവിനെ ഉടനെ നീക്കിക്കളയണം. We must kill Jesus. യേശു ഉയർപ്പിച്ച ലാസറിനെയും We കൊല്ലണം. must also kill Lazarus. അപ്പൊ ദൈവം തീരുമാനിച്ച സമയത്ത് ഈ പരീശന്മാരെ കൊണ്ട് ദൈവപുത്രന്റെ ക്രൂശീകരണം ചെയ്തെടുക്കേണ്ടതിനു വേണ്ടിയാണ് പരസ്യ ശുശ്രൂഷയുടെ അവസാന ലാപ്പിൽ യേശു ഒരൊറ്റ വ്യക്തിയെ മാത്രം കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചത്. The last week of his ministry, so that he may give himself his life at the appointed time, at the appointed place, he raised Lazarus from the dead. രണ്ട് വാക്യം മാത്രം പറഞ്ഞിരിക്കാം. Let me say, കല്ലറകളിൽ ഉള്ളവർ മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞത് ലാസറിനെ ഉയർപ്പിക്കുന്നതിന് ഉദ്ദേശിച്ചാണ്. അത് കൂടാതെ yeah, the time has come when those who are sleeping in their tombstones, they will rise up. All those who are dead in the cemeteries, they will hear the voice of the Son of Man and they will rise up. ലാസർ സുഖമില്ലാതെ കിടന്നപ്പോൾ സഹോദരിമാർ അയച്ച ആളോട് യേശു പറഞ്ഞിരുന്നു, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ. When the sisters sent a message to Jesus concerning Lazarus, Jesus responded by saying, this sickness is not unto death but for the glory of God. ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനെന്ന് എടുത്തു പറഞ്ഞത് ദൈവപുത്രൻ തേജസ്കരിക്കപ്പെടുന്ന കാര്യമാണ്, ക്രൂശിൽ യാഗമായി മരിച്ച ഉയർത്തെഴുന്നേൽക്കുന്ന When കാര്യമാണ്. Jesus said this sickness is unto the glory of the Father, what did he mean? He meant simply this, that through his life and through his resurrection he will bring glory to God. നാം ബലഹീനരായിരിക്കുമ്പോൾ When we were weak, കർത്താവ് അഭക്തർക്ക് വേണ്ടി he died for the sinners. തക്ക സമയത്ത് മരിച്ചു. On the right time, തക്ക സമയത്ത് അവൻ വചനം വെളിപ്പെടുത്തി. he revealed his word. തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തുമെന്ന് വചനം The പറയും. Bible says he will raise us up at the right time. ഈ കർത്താവ് കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ തക്ക സമയത്ത് തന്റെ പ്രത്യക്ഷത വരുത്തും. This Jesus will indeed come back one day at the right time, at the right place for those who are waiting upon him. 15:16 ആ കാര്യം പറയുന്നുണ്ട്. ആ തക്ക സമയത്തുള്ള പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നമുക്കൊരുങ്ങി കാത്തിരിക്കാം. ദൈവത്തിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് സകലവും. അതുകൊണ്ട് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം, പിന്നെ ഈ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യവും ഇണക്കി തരുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അവനാണ് സമയത്തെ നിയന്ത്രിക്കുന്നത്. എല്ലാം അവന്റെ കാൽ കീഴിലാണ്. കർത്താവിനായി നമുക്ക് കാത്തിരിക്കാം. At his appointed time, he will surely come. So church, this morning, as we surrender ourselves, can we pray, Lord, I am waiting for your appointed time. I am waiting that you will reveal yourself for your glory at the given time that you have set in your calendar. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ May the അനുഗ്രഹിക്കും. Lord bless us through these words.